ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു നെല്ലിക്ക കൊണ്ടുള്ള ഇതാ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. കണ്ടോ, നെല്ലിക്ക എടുത്ത് നല്ല ഒരു ചവനപ്രാശത്തിനെക്കാളും നല്ല സ്വാദുള്ള കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാം കഴിക്കാവുന്നതാണ്. നെല്ലിക്ക വളരെ ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡലി തട്ടെടുത്തിട്ട് കുറേ ഭാഗം വെള്ളം വെച്ചതിന് ശേഷം 2 തട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളം ഓരോട്ട് കയറും വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ നെല്ലിക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, ചെറിയ ബർണറിൽ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്താണ്. ഒന്ന് പൊട്ടിയൊക്കെ വരണമെങ്കിൽ നല്ല ഉണങ്ങിയ ഒരു കത്തിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണങ്ങിയതായിരിക്കണം. വെള്ളം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ടതാ, പിളർന്ന് ഇതായതുപോലെ ആയിട്ടുണ്ട്. അതായത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് തട്ടാം. കൈ തൊടാൻ പറ്റുന്ന ചൂടാണ്. നമുക്ക് ഇങ്ങനെ പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കുക. ഒരു പാത്രം കുറേയൊക്കെ ഉരുണ്ട് പോയി, സാരമില്ല. ഇതുപോലെ പിളർന്ന് വരും, അതുവരെ വേവിക്കുക. അതിനനുസരിച്ച് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് 3-4 തട്ടെങ്കിലും വയ്ക്കുക. അല്ലെങ്കിൽ വെള്ളം ഓരോട്ട് കയറും. ഇങ്ങനെ എടുക്കുക. അപ്പോഴത്തേക്കും നല്ല കണ്ടോ, ഇങ്ങനെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചാൽ മതിയാകും. പെട്ടെന്ന് അടിഞ്ഞു വരും. കുരുവെല്ലാം കളഞ്ഞതാ ഇത് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കാരണം കുരു എടുത്താൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ടച്ച് ചെയ്താൽ പെട്ടെന്ന് കുരു മാറുന്നതാണ്. ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ ഏലക്ക ഒരു 14 ഏലക്ക ഇടാം. ഗ്രാമ്പൂ ഒരു 8 എണ്ണം. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം ജാറിലോട്ട്. തരതരായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത്ര വലിയ ജാറാണെങ്കിൽ പെട്ടെന്ന് അടിക്കാതെ, ചെറിയ ജാറായി തരണം അടിച്ചിട്ട് വരാം. തരിതരിയായി നല്ല മണം കൊണ്ട് വളരെയധികം മണം വന്നിരിക്കുകയാണ്. കണ്ടോ, ചവനപ്രാശത്തിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നെല്ലിക്ക സീസണാണല്ലോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കുക. ഇനി ഏലക്കായും ഗ്രാമ്പും ഇടേണ്ട ആവശ്യമില്ല. 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പയിൽ വെച്ചിട്ട് ഒരു 180 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ചെറിയ ചൂടിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതോട് തട്ടി കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക തട്ടി കൊടുക്കാം. നല്ല മണമാണ്. ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഓരോ സ്പൂണ് വീതം എല്ലാവർക്കും, വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുന്നതാണ്. നമുക്ക് മുഴുവനും കണ്ടു നോക്കണം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് കുരു കളഞ്ഞ ഉണക്ക മുന്തിരിങ്ങ, അതായത് ഈ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമില്ല, 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് 175 ഗ്രാം വരും. ഉണക്ക മുന്തിരിങ്ങ ഞാൻ പറയാതെ അറിയാമല്ലോ, ഏറെ ഗുണപ്രദമാണ്. നമുക്ക് അങ്ങനെ കിടക്കട്ടെ. ഇനി ചുക്ക് പൊടിച്ചത്, ചുക്കാണ്. ഇഞ്ചി ഉണക്കിയതാണ് ചുക്കെന്ന് പറയുന്നത്. ചുക്കിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും. അതത്ര ടേസ്റ്റ് ഇല്ല. ചുക്ക് വാങ്ങിച്ചിട്ട് ഇടിച്ച് ചതച്ചതാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ ഇതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏത് പാത്രത്തിലും ഉണ്ടാക്കാവുന്നതാണ്. അലുമിനിയം പാത്രത്തിലും ഉണ്ടാക്കാം. കല്ലില്ലാത്ത കരിപ്പൊട്ടി ചോദിച്ച് തന്നെ വാങ്ങുക. കല്ലില്ലാത്ത കരിപ്പൊട്ടി തന്നെ വാങ്ങുക. നെല്ലിക്ക ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം കരിപ്പ് വെട്ടി 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ തന്നെ കരിപ്പെട്ടി എടുക്കുക. ഈ കരിപ്പെട്ടി കവറിൽ വെച്ച് തന്നെ ഇടിച്ച് ചതയ്ക്കുക. അപ്പോൾ നല്ല പൊടിഞ്ഞ് വരും. പൊടിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പൊടിക്കാതെ ഇടരുത്, പൊടിച്ച് തന്നെ ഇടുക. ഈ കവറോട് കൂടി വെച്ച് നമുക്കൊന്ന് ഇടിച്ച് ചതച്ചാൽ
പിന്നെ അത് നല്ലതാണ്. ഇതുപോലെ പൊടിഞ്ഞു വരുന്നതാണ്. നല്ല എല്ലാം തരിയൊന്നുമില്ല, അല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇട്ട് ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് ഇളക്കി അതിലോട്ട് ചേർത്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ലോ ഫ്ലെയിമിലേ പാടുള്ളൂ. അടുത്ത ഈ കരിപ്പെട്ടി ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമേ പാടുള്ളൂ. പല ബർണറിനും അനുസരിച്ചിരിക്കും. ഇത് ഞാൻ വലിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പാത്രം അടയ്ക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി, അതാണ് ഞാൻ പറയുന്നത്. അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഈ കരിപ്പെട്ടി നല്ലവണ്ണം അലിഞ്ഞു ചേരുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറക്കാവുന്നതാണ്. ഇത് വളരെ ഈ ജലദോഷം എപ്പോഴും നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുട്ടികൾ മഴ നനയെ തുമ്മൽ, ജലദോഷം വലിയവർക്കും ഉണ്ടാകുന്നതാണ്, അലർജിയൊക്കെ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ടീസ്പൂൺ വീതം ദിവസവും ആഹാരത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അങ്ങനെയുള്ള ഈ അലർജി പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. എല്ലാവർക്കും ഇത് ഓരോ ടീസ്പൂൺ വീതം കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായതാണിത്. കരിപ്പെട്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇത് അടച്ചു വയ്ക്കുന്നത് ഞാൻ കാണിച്ചില്ല, വിട്ടുപോയത്. തീർച്ചയായിട്ടും അടച്ച് തന്നെ വയ്ക്കുക. അടച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. കരിപ്പെട്ടി ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ മാത്രമേ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കാവൂ. ഏത് ബർണറായാലും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇത് വലിയ ബർണറാണ്, എന്നാലും ഞാൻ ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നതിന് ശേഷം പിന്നെ തുറന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമായ ഇത് കാരണം ഓരോ ബർണറിനും അനുസരിച്ചായിരിക്കും. ബർണർ ഏതാണെന്ന് അറിയില്ല, എൻ്റെ വലിയ ബർണറാണ്, അതാണ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച്. ലോ ഫ്ലെയിം മാത്രമേ കരിപ്പെട്ടി ഇട്ടാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഹലുവ പോലും തോറ്റു പോകും, അത്രയ്ക്കുള്ള സ്വാദാണ് ഈ നെല്ലിക്ക ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. നെല്ലിക്കയൊക്കെ ധാരാളം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ 30 മിനിറ്റ് ഇത് ശർക്കര ഇട്ട് ഈ കരിപ്പെട്ടി ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് തുറന്നിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ തണുക്കാൻ വയ്ക്കുക. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലൊക്കെ എടുത്ത് വയ്ക്കാവൂ. നല്ല ഉണങ്ങിയ ബോട്ടിലായിരിക്കണം സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. നല്ല തണുത്തിട്ടുണ്ട്. നമുക്കതിന് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വയ്ക്കാം. ഗ്ലാസ് ജാറിൽ വയ്ക്കുക. കണ്ടോ, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്.